ദ കില്ലർ എ ഗേൾ ഹു ഡിസേർവ്സ് ടു ഡൈ. ഈ സിനിമ വളരെ യാദൃശ്ചികമായിട്ടാണ് ഇതിനെ കുറിച്ചിട്ട് ഞാൻ അറിയുന്നത്. എൻ്റെ ഒരു ഗ്രൂപ്പിലത്തെ ഒരു പോസ്റ്റിൽ നിന്നാണ് ഈ ഒരു പടം കാണാനുള്ള ഒരു തോട്ട് വന്നത്. ആൻഡ് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഗംഭീര ആക്ഷൻ ത്രില്ലർ ഫിലിം തന്നെ പറയാം. കാരണം 1.5 മണിക്കൂറിൽ അവർ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്ലോട്ടിനെ വളരെ നൈസായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ അവർക്ക് പറ്റി. ആൻഡ് ഈ പടത്തിന് ജനർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ആക്ഷൻ ത്രില്ലർ മൂവി തന്നെയാണ്. ആൻഡ് ആ ഒരു ജനറിനോട് യോജിച്ച രീതിയിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈൽ തന്നെയാണ്. ആൻഡ് ഈവൻ ഇതിന്റെ ലീഡിങ് ക്യാരക്ടർ ആയിട്ടുള്ള ഇതിന്റെ ഒരു ആ ഒരു അസാസിന്റെ ഒരു ക്യാരക്ടറിൽ വന്നിട്ടുള്ള ജാങ് ഹ്യൂക്കിന്റെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു അസാസിൻ തന്റെ ഭാര്യയോടൊപ്പം വളരെ സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭാര്യയുടെ ഫ്രണ്ടിന്റെ മകളെ ആൾക്കൊന്ന് ജസ്റ്റ് ഒരു ബേബി സിറ്റർ പോലെ ആളെ നോക്കേണ്ടി വരികയാണ്. ആൻഡ് അതിനിടയിൽ ഉണ്ടാവുന്ന ചില അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് സിനിമയുടെ മെയിൻ ആയിട്ടുള്ള പ്ലോട്ട്. ആൻഡ് ഈ ഒരു പ്ലോട്ട് നമുക്ക് ചിലപ്പോൾ വെക്കുമ്പോൾ ഇത് പറഞ്ഞ് ഒരുപാട് പറഞ്ഞ് പഴകിയ ഒരു പ്ലോട്ട് അല്ലേന്ന് തോന്നും. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള രീതിയും അതിൽ കൊണ്ടുവന്നിട്ടുള്ള ആക്ഷൻ കൊറിയോഗ്രഫി, സിറ്റുവേഷൻസ് ആൻഡ് ഈ ക്യാരക്ടറിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്സ്. പ്രത്യേകിച്ച് ജാങ് ഹ്യൂക്കിന്റെ ആ ഒരു പെർഫോമൻസ്. കാരണം ഇതൊന്നും ഒന്നുമല്ല വരണോടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിലുള്ള എന്താ പറയാ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് ആളിങ്ങനെ നടക്കുന്നതും ആൻഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ സിനിമേനെ മെയിൻ ആയിട്ട് പിടിച്ചിരുന്നു. അതിന്റെ ചില കാര്യങ്ങളൊക്കെ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള വേയില് കുറെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ആക്ഷൻ കൊറിയോഗ്രഫി കൊണ്ടും മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടും സിനിമ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓവറോൾ കണ്ടു കഴിഞ്ഞപ്പോൾ വർത്ത് ദ വാച്ച് എന്ന് തന്നെ പറയാവുന്ന ഒരു മൂവി എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഈ പടത്തിൽ എടുത്തു പറയേണ്ടത്, നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള മൂവികളൊക്കെ ഒരു ആക്ഷൻ കൊറിയോഗ്രഫി നന്നായി നമ്മൾ ശ്രദ്ധിക്കുമല്ലേ. എനിക്കിതിൽ യുണീക്ക് ആയിട്ട് തോന്നിയത് ഇതിലത്തെ ആക്ഷൻ കൊറിയോഗ്രഫി ഒക്കെ ചെയ്യുമ്പോൾ ഓരോ ഫൈറ്റ് സീക്വൻസിലൊക്കെ ഈ ലീഡിങ് ജാങ് ഹ്യൂക്കിന്റെ ആ ഒരു റിഫ്ലക്സ് ഒക്കെ ഭയങ്കര കണ്ണിങ് ആയിട്ട് തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ആ ഒരു ആക്ടർ ശരിക്കും ഒരു തായ്ക്കോണ്ടോ അല്ലെങ്കിൽ ഒരു മാർഷൽ ആർട്സ് പഠിച്ചിട്ടുള്ള ഒരാളാണ് എത്രയോ വർഷങ്ങളോളം. ആൻഡ് ആ ഒരു ഒരു പെർട്ടിക്കുലർ സീക്വൻസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു മൂവ്മെന്റ് ആയാലും ജസ്റ്റ് ഡോഡ്ജ് ചെയ്യുന്ന ഒരു സംഭവമായാലും ശരി കറക്റ്റ് ആയിട്ട് ഒരു ജസ്റ്റ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് അത് ഒരു ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് അവിടെ തോന്നുന്നില്ല. കറക്റ്റ് ആയിട്ടുള്ള ഒരു റിഫ്ലക്സ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. കാരണം ഒരാൾ ഈ വഴിക്ക് ഇങ്ങനെ ഒരു ജസ്റ്റ് ഹിറ്റ് ചെയ്യാൻ വരുമ്പോൾ ജസ്റ്റ് ഉള്ള ഒരു മൂവ്മെന്റ് ഒക്കെ നല്ല കണ്ണിങ് തന്നെയായിരുന്നു എന്ന് പറയാം. ആൻഡ് അതുകൊണ്ടൊക്കെ തന്നെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻസും അല്ലെങ്കിൽ ആ ഒരു മൊത്തം മൂവിയുടെ ഒരു റിച്ച് ടോണും ഒരു ആക്ഷൻ സീക്വൻസുകളും അല്ലെങ്കിൽ സ്റ്റോറിയുടെ ഒരു പോക്കൊക്കെ വളരെയധികം നൈസായിട്ട് തന്നെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ക്യാരക്ടറിന്റെ ഒരു ബാക്ക് സ്റ്റോറിയിലേക്ക് അധികം വലിച്ചു നീട്ടലില്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. സിനിമ ഇപ്പോൾ സോണി ലിവിലൊക്കെ അവൈലബിൾ ആണ് ഈ പടം. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തൊരു മസ്റ്റ് ആയിട്ട് കാണാം. വളരെ നൈസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ പടം.